പി ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് യാഥാർത്ഥ്യമായി. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. അധ്യാപക ജോലിയിൽ ഇരിക്കെ തന്നെ കർഷകനായും പൊതുപ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനായും നിഷ്കാമ കർമ്മയോഗിയായി പ്രവർത്തിച്ച് കഴിഞ്ഞ വർഷം അന്തരിച്ച വെള്ളൂരിലെ പി ഭാസ്കരൻ മാസ്റ്ററുടെ കർമ്മ നൈപുണ്യം എന്നും ഈ സമൂഹത്തിൽ തുടരുന്നതിനായി മരിക്കുന്നതിന് മുമ്പ് മാസ്റ്റർ തന്നെ രൂപകൽപ്പന ചെയ്ത് മരണശേഷം കുടുംബാംഗങ്ങൾ വിപുലീകരിച്ച് സാക്ഷാത്കരിച്ച പി ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനമായ ഏപ്രിൽ 12 ട്രസ്റ്റ് ഓഫീസായ അദ്ദേഹത്തിന്റെ വെള്ളൂരിലെ വസതിയിൽ വെച്ച് നടന്നു. ട്രസ്റ്റ് കൺവീനർ ടി കാഞ്ചന സ്വാഗതവും ട്രസ്റ്റ് ചെയർപേഴ്സൺ ടി സരോജിനി ടീച്ചർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ടി അജയൻ ട്രസ്റ്റിന്റെ പ്രവർത്തനം വിശദീകരിച്ചു. ടി മധുസൂദനൻ MLA വിദ്യാഭ്യാസ രംഗം കേന്ദ്രബിന്ദുവാക്കി പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പഠിക്കുന്ന ഘട്ടത്തിൽ കഠിനഹൃദയനായിട്ടുള്ള ഒരു അധ്യാപകൻ മാഷ് എന്നാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നുള്ള് പൊക്കിന് കിട്ടാത്തവർ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ശാസന കിട്ടാത്തവർ വളരെ വളരെ അപൂർവമാണ്. ഓടിച്ചിട്ടടിക്കുക എന്ന് പറയുന്നത് പോലെ പലപ്പോഴും ഞങ്ങൾക്ക് പിന്നാലെ ആ നിലയിലുള്ള കാർക്കശ്യത്തോടു കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു അധ്യാപകനാണ്. അതിൽ അദ്ദേഹത്തിന് ഒറ്റ താല്പര്യമേ ഉണ്ടായിരുന്നു. ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചു വരണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു കാഴ്ചപ്പാട് അന്വർത്ഥമാക്കുന്നതാണ് പി ട്രസ്റ്റിൻ്റെ മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അതിലേറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള സഹായം നൽകാനും ഒക്കെയുള്ള ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റാണ്. അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള അനുഭവം സത്യത്തിൽ തിരിച്ചറിയുന്നത് പിന്നീടാണ്. അത് അന്നേരം ഒരു മാഷ് വല്ലാതെ കർക്കശക്കാരനായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊരു പേടി സ്വപ്നമായിട്ടുള്ള അധ്യാപകൻ എന്ന നിലയിലായിരുന്നെങ്കിൽ പിന്നീടാണ് മാഷ് എന്തുകൊണ്ട് ഞങ്ങളുടെ അത്രയും കർശനമായിട്ട് പെരുമാറി, എന്തുകൊണ്ടാണ് ഒരു കാർക്കശ്യക്കാരനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നുള്ളത് അദ്ദേഹവുമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ പരസ്പര ബന്ധത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും സമീപനങ്ങളും അക്കാര്യം ബോധ്യപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഒരു ടീച്ചർ പറഞ്ഞു അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കരുത്തായിരുന്നു. വെള്ളൂരിൻ്റെ സഹകരണ മേഖല അതുപോലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ജന്മമോ അല്ലെങ്കിൽ ജനിച്ച് വളർന്നു വന്നിട്ടുള്ള വഴികളോ ഇന്നെത്തി നിൽക്കുന്ന കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിലൊക്കെ ഭാഗവാക്കായിട്ടുള്ള ഭാസ്കർ മാസ്റ്റർ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ളവർ ഇവിടെയുണ്ട്, എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല 23 പേര് എന്ന് പറയുന്നത് ഭാസ്കർ മാഷ് സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വം നൽകി സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം പ്രതിനിധികളുണ്ട്. അവരെല്ലാവരും അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വൈവിധ്യമുള്ള മേഖലയിൽ ഒരു നാട് എങ്ങനെയാണ് ഈ ഉത്തര കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഗ്രാമമായിട്ട് വെള്ളൂർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അത്ഭുതകരമായിട്ടുള്ള ഒരു തലം അതിനുണ്ട് എന്നുള്ളത് അത്രയും ഞാൻ പറയുന്നുള്ളൂ. അത്ഭുതകരമായിട്ടുള്ളൊരു തലത്തിലേക്ക് ഈ വെള്ളൂർ നാടിനെ ഉയർത്തി നയിച്ച് പോയിട്ടുള്ളതിൽ ഭാസ്കർ മാസ്റ്റർ സ്ഥാനം ഒരു കാലത്തും ആർക്കും മായ്ക്കാൻ പറ്റാത്തൊരു കാര്യം. ആരെങ്കിലും വായിക്കാൻ ശ്രമിക്കുന്ന അടിസ്ഥാനത്തിലൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ലെങ്കിൽ ചിലതൊക്കെ നമ്മുടെ അത് വിസ്മൃതിയിലേക്ക് പോയി പോകും. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. കരിവള്ളൂർ മുരളി ഭാസ്കരൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ഭാസ്കരൻ മാസ്റ്ററുടെ വൈവിധ്യമായ കർമ്മമണ്ഡലങ്ങളുടെ പ്രതിനിധികളായ പ്രൊഫസർ ഡോക്ടർ AK നമ്പ്യാർ, അഡ്വക്കേറ്റ് K വിജയകുമാർ, നടൻ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പി കരുണാകരൻ മാസ്റ്റർ, C കൃഷ്ണൻ, പ്രൊഫസർ E കുഞ്ഞിരാമൻ,
VP കൃഷ്ണൻ മാസ്റ്റർ, KN ഭാർഗവി അന്തർജനം, V നാരായണൻ, U നാരായണൻ, IV ശിവരാമൻ, KV സുധാകരൻ, E ഭാസ്കരൻ, മണിയറ ചന്ദ്രൻ, A ഗോവിന്ദൻ, K ഗോവിന്ദൻ, KT കൃഷ്ണൻ, C കരുണാകരൻ, P കുഞ്ഞപ്പൻ, K ഭാസ്കരൻ, ഡോക്ടർ T സുരേഷ് തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംസാരിച്ചു. കർക്കശക്കാരനായ അധ്യാപകനായി ജോലി നോക്കുമ്പോൾ തന്നെ കൃഷിയുടെയും കാർഷികേതര മേഖലയുടെയും കോർത്തിണക്കിയുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി ബഹുമുഖ പ്രതിഭയായി പ്രവർത്തിച്ച ഭാസ്കരൻ മാസ്റ്റർ ഇന്നത്തെ ജനതയ്ക്ക് ഒരു പാഠപുസ്തകമാണെന്നും മാസ്റ്റർ സൂത്രധാരനായി പ്രവർത്തിച്ച വിവിധ മേഖലകളിൽ എടുത്തു പറയേണ്ടുന്ന പ്രസ്ഥാനങ്ങളാണ് ഇന്ന് വളർന്നു വന്തിരിച്ചു നിൽക്കുന്ന ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി, വെള്ളൂർ സഹകരണ ബാങ്ക് തുടങ്ങിയവയെന്നും പ്രാസംഗികർ പരാമർശിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ഡോക്ടർ T വനജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.